ഏത് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു അല്പം നർമ്മം നല്ലതാണല്ലോ. ഇവരുടെ തന്നെ മറ്റൊരു പോസ്റ്റ് ഞാൻ കുറച്ച് നേരത്തെ പരിശോധിച്ചു. ആ പോസ്റ്റ് ഞാൻ വായിക്കാം. വിശന്ന അവശനായൊരു മനുഷ്യൻ്റെ മുൻപിൽ ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും സണ്ണിയം കബിക്കാടിൻ്റെ പുസ്തകങ്ങളും വെച്ചാൽ, ഒപ്പം പുഴുങ്ങി കപ്പയും വെച്ചാൽ എന്തായിരിക്കും ആദ്യം അയാൾ സ്വീകരിക്കുന്നത്? അപ്പോൾ ഉത്തരം ഇതാണ്, ആദ്യം സ്വീകരിക്കുന്നത് കപ്പയായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് PKSന്റെ നേതാക്കന്മാർ വിചാരിച്ചിരിക്കുന്നത് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ബുദ്ധിജീവികളും അതുപോലെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ബുദ്ധിജീവികളും, അവർക്കറിയാത്തൊരു കാര്യമുണ്ട്, സവർണരായ കുടുംബങ്ങളിൽ ജനിച്ച കീഴാള വിഭാഗങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിജീവികളും അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും പറയാത്തതായിരിക്കാം. ഈ ദളിതരോ പിന്നാക്കരോ മാത്രമല്ല കീഴാള വിഭാഗങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സവർണ വിഭാഗത്തിൽപ്പെട്ട നിരവധി ബുദ്ധിജീവികൾ ഇതേ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ സംസാരിക്കുന്നത് നായന്മാരിലുള്ള ചില ആളുകൾക്കെതിരെയോ അല്ലെങ്കിൽ ബ്രാഹ്മണരായ ആളുകൾക്കെതിരെയോ അല്ലെങ്കിൽ വാര്യന്മാരായ ആളുകൾക്കെതിരെയോ ആണെന്നാണ് PKSന്റെ നേതാക്കന്മാർ വിചാരിച്ചു വെച്ചിട്ടുള്ളത്.